ഫുഡ് ഇപ്പോൾ കുറെ ഓവറായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ദിവസം 1-2 സ്ഥലത്തൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു? 1-2 8-10 സ്പോട്ടൊക്കെ ദിവസം. എറണാകുളത്ത് രാവിലെ പോയിട്ട് വൈകുന്നേരത്തിനുള്ളിൽ ലിസ്റ്റ് ആക്കിയിട്ട് പോയിട്ട് കഴിക്കാറ് 10-12. അതെങ്ങനെയാ ഫുഡ്? ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലം പല ആൾക്കാരും ചിന്തിക്കുന്നത്, കുറെ ആൾക്കാരെ കൂടെ കൊണ്ടുപോകും. കുറെ ഒന്നുമില്ല. ഞാനും ആൾക്കാരെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഈ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നവര് നമ്മള് ഫുള്ളി ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മുടെ ക്യാമറയുടെ പുറകിൽ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇതിന് വേണ്ടിയിട്ട്, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ റിയാക്ഷൻ ശരിക്കും ഒരു ക്യാമറ വെച്ചെടുത്ത് നിങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടോ BTS? ഇല്ല, പറഞ്ഞേ ഫുഡിന്റെ പരിപാടി കഴിഞ്ഞാൽ അപ്പാട് പിന്നെ പ്ലേറ്റ് എടുക്കലായി, പിന്നെ അവര് സൈഡിൽ പോയിട്ട് അവര് കഴിക്കുന്നത്. കാണാത്തൊരു ഫുഡ് ബ്ലോഗിങ് അവിടെ കാണും. അത് ശരിക്കും അതാണ് എടുക്കേണ്ടത്. അപ്പോൾ പിന്നെ വേസ്റ്റ് ചെയ്യാറില്ല പൊതുവെ. എവിടെയെങ്കിലും വ്ലോഗ് ചെയ്യാൻ പോയാൽ അത് പാർസൽ ചെയ്തെടുക്കും, മാക്സിമം പാർസൽ ചെയ്ത് എടുക്കാൻ നോക്കുക, അവിടെ നിന്ന് കഴിച്ചു തീർക്കാൻ നോക്കും. വേസ്റ്റ് ചെയ്യാൻ ഭയങ്കര കുറവായിരിക്കും. എനിക്കിപ്പോ ഹോം മേക്കേഴ്സ് ഒക്കെ കേക്ക് ഒക്കെ കൊടുത്തയക്കില്ലേ, ആ സമയത്തൊക്കെ കുട്ടികൾ, എനിക്ക് 2 മക്കളാ, അപ്പൊ ശരിക്കുള്ള വോയിസ് അവർ ഇട്ടതിനെ കോമഡി ഇരിക്കും. അമ്മ കഴിഞ്ഞോ, കഴിക്കട്ടെ, ബ്രൗണി എടുക്കട്ടെ, ഇതെടുക്കട്ടെ വീഡിയോ. അങ്ങനെ ഇപ്പൊ ഫസ്റ്റ് തന്നെ ചോദിക്കുക, ഏതെങ്കിലും ഒരു പാക്കേജ് ഉള്ള വീഡിയോ എടുത്ത് കഴിഞ്ഞോ, ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ. അപ്പൊ ഞാൻ ചിലപ്പോ അധികം ആൾക്കാരോട് പറയാ പകൽ തന്നെ കൊടുത്തയക്കാന്ന്, സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ എടുത്ത് വെച്ചാൽ അവർക്ക് കഴിക്കാമല്ലോ. അതേപോലെ ഇതിപ്പോ അതല്ലാതെ ഇപ്പൊ ഒരു ഷൂട്ടിന് വേണ്ടി അല്ലാതെ ഇപ്പൊ നിങ്ങൾ പോയാലും ആ ഒരു സംഭവം വരാറുണ്ട് ഫുഡ് കാണുമ്പോൾ? അതായത് എല്ലാവരും ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കും, പക്ഷെ ഒന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഇപ്പൊ നമ്മൾ വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയാം നമുക്ക് ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ ഇഷ്ടം. അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് വെക്കും. എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടിക്കരുത്, അപ്പൊ എവിടേക്ക് പോയിട്ടില്ല ഞാൻ വേഗം കഴിച്ചോ എന്ന് പറയും. കാരണം നമ്മൾ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തേക്ക് ലൈറ്റിംഗ് ഒക്കെ നോക്കി എടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എന്റെ കൂടെ കൂട്ടുക ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരേക്ക് ഞാൻ പറയും, നല്ല സമയം എടുക്കും, വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷമ വേണം. ചിലപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പോകുമ്പോ ആ ഒരു ചൂടോടെ ഒന്ന് കഴിക്കാൻ പറ്റുമോ? നമുക്ക് ഇപ്പൊ അടുത്ത പ്രാവശ്യം പോയിട്ട് കോഫി പോലും ചൂടോടെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെന്തുകൊണ്ടായിരുന്നു അത്? ഷൂട്ട് ടൈമുകൾ നമുക്ക് ചൂടോടുകൂടി ഫുഡ് വെച്ച് കഴിഞ്ഞാലും നമ്മളെന്തായാലും ടൈം എടുത്തിട്ട് ഷൂട്ട് ചെയ്യും. ഞാൻ ഇവനിലാണെങ്കിലും പെട്ടെന്നൊന്നും എടുക്കുന്നില്ല, നമ്മളൊരു 3-4 ആംഗിളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തല്ലോ. നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യാം, നമുക്ക് ഷൂട്ട് ചെയ്യാൻ ആൾക്കാരൊന്നുമില്ല. ഫുഡ് കഴിക്കാൻ മുമ്പ് നിങ്ങൾ തന്നെയാണ് വീഡിയോ? എനിക്കൊന്നും, ഞാനിപ്പോ രാക്കിനൊക്കെ എനിക്കൊന്നും ഒരു 1.5 വർഷത്തോളമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ ശരിക്കും നമ്മളെ കോളേജ് ലൈഫിലുള്ള ഒരു സൗഹൃദം പോലെയാണ് നമ്മളിപ്പം കൊണ്ടുപോകുന്നത്. കാരണം ഒരുപാട് വർഷത്തെ ആ ഒരു ഇതുള്ളതാണ് നമ്മളിപ്പോ. ജസ്മിൻ എനിക്ക് തോന്നുന്നൊരു 4-5 മാസം അല്ലെ അത്ര ആയിട്ടൊന്നും നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടിട്ട്. എനിക്ക് മുന്നേ അറിയാം, ഞാൻ പറഞ്ഞില്ല എന്റെ സീനിയർ ആയതുകൊണ്ട് ഇവരുടെ വീഡിയോസ് ഒക്കെ നമ്മള് പണ്ട് കണ്ടിട്ട് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. ശേഷം മുതലേ ജസ്മിൻ പരിചയമുണ്ട്, വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ചില സ്ഥലങ്ങൾ ചോദിച്ചു വിളിക്കാറുണ്ട്, അവിടെ കിട്ടും ഇവരുടെ ക്രീം സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ട്രൈ ചെയ്യും. അടിപൊളി, എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയാ. സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അവിടെ പോയി നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് എടാ നീ എന്ത് ഫുഡ് അത് അങ്ങനെ ഒരാൾ പറയും, അതൊരു കുറപ്പാണ്. ഞാനതോ അന്നും വീഡിയോ ചെയ്തപ്പം പറഞ്ഞിട്ട് ഫസ്റ്റ്ലി പറയാറുണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയിക്കോ. എന്നാലും എനിക്ക് തിരിച്ചിട്ട് എടാ എന്ത് ഫുഡാണ് നീ പറഞ്ഞാൽ എന്തായാലും പറയാം. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുറെ ആൾക്കാർ വിളിച്ചിട്ട്, അതായത് ഇപ്പൊ നേരത്തെ ജസ്മ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നല്ല ക്വാളിറ്റി ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ചില സ്ഥലങ്ങളിലാണ്, നമ്മൾ എല്ലായിടത്തും പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രൗഡ് വരുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഈ ക്രൗഡ് കൂടുന്ന സമയത്തായിരിക്കും ഈ സ്റ്റാഫ് ചിലപ്പോൾ എന്തെങ്കിലും സാലറി ഇഷ്യൂലോ അല്ലെങ്കിൽ പണി കൂടി പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്താൽ അപ്പൊ ഈ ഓണേഴ്സ് എന്താക്കും? ഈ ശരിക്കും എന്നാല് ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ അവർ ഈ കുക്കിങ്ങും പഠിക്കണം, അത് മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ ഒരു അറിഞ്ഞിരിക്കണം ബേസിക് ആ ഒരു കുക്കിംഗ്, നമ്മളിപ്പോ എന്താണ് സെർവ് ചെയ്യണമെന്നുള്ളത് നമ്മളത് പഠിച്ചില്ലെങ്കിൽ ഒരാൾക്കും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഒരു മാസമായിട്ട് എന്റെ കിച്ചണിൽ തന്നെയാ. എനിക്ക് തോന്നുന്നു ഇർഫാൻ ഹസ്ബൻഡ് ഒരു 8-10 മാസം കിച്ചണിൽ തന്നെയായിരുന്നു ഞാൻ കണ്ടിട്ടിപ്പോ. ചിലപ്പോ ഈ അറിയുന്ന ആൾക്കാരൊക്കെ വന്ന് കൗണ്ടറിന്ന് ചോദിക്കുമ്പോ മുമ്പറിയുന്നവര് വേർത്തെ കുളിച്ചിട്ടൊക്കെ പിന്നെ ഞാൻ കാരണം ചില ആൾക്കാരല്ലേ വിളിക്കുന്നത്, പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ തിരക്കായിരിക്കും. കാരണം അങ്ങനെ നിന്ന് നോക്കിയിട്ടില്ലെങ്കിൽ കാര്യമില്ല. അതായത് പറഞ്ഞത് വലിയൊരു വാലിഡ് പോയിന്റ് തന്നെയാണ്. നമുക്കും അല്ലേ നല്ല രീതിയിൽ കുക്കിംഗ് അറിഞ്ഞിരിക്കണം, സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എപ്പോഴും. എനിക്ക് തോന്നുന്നു ID പൊറോട്ട ഒരു ബ്രാൻഡ് ഇല്ലേ, അത് പെട്ടെന്ന് കയറി വരാൻ കാരണം ഈ പൊറോട്ട അടിക്കുന്ന ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബാഡായിരുന്നു ഒരു സമയത്ത്. അപ്പൊ ഈ പൊറോട്ട അടിക്കുന്ന ആളൊക്കെ രാവിലെ എഴുതി പോയി കഴിഞ്ഞാൽ പൊറോട്ട ഇല്ല. അതിനുശേഷം ഇപ്പൊ എല്ലാവരും സേഫർ സൈഡിന് വേണ്ടിയിട്ടാണ് പൊറോട്ടന്റെ പാക്ക് അങ്ങനെയാണെന്ന് ഇറങ്ങിയത് പൊറോട്ട. 5 സ്റ്റാർ ഹോട്ടലിലും 3 സ്റ്റാർ വരെ ചെന്നൈയിലൊക്കെ ID പൊറോട്ട യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് പറയുന്നില്ല, അവര് നല്ല നെയ്യൊക്കെ വെച്ച് അടിച്ചിട്ട് നമുക്ക് വേറെ പൊറോട്ട. അപ്പൊ പൊറോട്ട അടിക്കുന്ന ആൾക്കാരില്ലാന്നാണോ? അല്ല, ഒരു ടൈമിൽ അത് ഭയങ്കര ഫ്രഷ്നായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാം കുറെ ആൾക്കാർ ഗൾഫിൽ നിന്ന് റിട്ടേൺ, പക്ഷെ എന്നാലും സ്റ്റാഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇതില്.
എനിക്കൊന്ന് ഹോട്ടലിലല്ലേ ബാക്കി എല്ലാ ഫീൽഡിലൊക്കെ ആയിട്ടും എനിക്കൊന്ന് ഭയങ്കര റിസ്ക് ആണ് ഒന്നെങ്കിൽ ഈ ഒരു ഫീൽഡ്. ചിലപ്പോ രാവിലെ നിൽക്കുമ്പോ ക്ലീനിങ്ങിന് ആളുണ്ടാവില്ല, നമ്മൾ പാത്രം കഴുകേണ്ടി വരും, ടേബിൾ തുറക്കേണ്ടി വരും, ഇതിനൊക്കെ പ്രിപ്പയർ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഞാനിപ്പോ അത് പഠിച്ചു. അഡ്വൈസ് ആണ്. ഒരു മാസത്തോളായിട്ട് അത് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അത് ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ വേണ്ടി പോവായിരുന്നു. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ അല്ലെ? തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെ സ്റ്റാഫിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നം. ഇപ്പൊ എല്ലാം പഠിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ അടുക്കളയിലൊന്നും അങ്ങനെ കയറാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഫുൾ ടൈം കിച്ചണിലാണ്. സാധനം എടുക്കാൻ പോകുന്നു, കുക്ക് ചെയ്യാൻ പഠിക്കുന്നു, ഒക്കെ നമ്മൾ പഠിക്കും. കുക്കിംഗ് എല്ലാം പഠിച്ചു, എല്ലാം ഉണ്ടാക്കുന്നു. നോൺ വെജ് ഒക്കെ എല്ലാം സിമ്പിൾ ആയിട്ട് ഉണ്ടാകും. ഈസിയാണ് അല്ലേ ഇതൊക്കെ. ഇപ്പൊ നേരത്തെ ജിനീഷ് പറഞ്ഞില്ലേ, അതായത് കുറേയധികം നെഗറ്റീവ്, അതായത് നിങ്ങൾ പോകുമ്പോൾ നല്ല ഫുഡായിരിക്കാം, മേ ബിക്കോസ് ഓഫ് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ക്ലയൻസിന് കിട്ടുന്ന ഫുഡ് അത്ര നല്ലതായിരിക്കില്ല. അപ്പൊ അത് ജിനീഷിന് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് അങ്ങനെ ഒരു കോള് വന്നത്? ഞാൻ കോൾ എനിക്ക് വരാറുണ്ട് ചില സമയത്ത്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒന്നിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം എന്ന രീതിയിൽ അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യും. അങ്ങനെ എല്ലായിടത്തും വന്നിട്ടില്ല. ചില കേസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയൊരു നെഗറ്റീവ് ഇപ്പൊ എവിടെയായാലും, ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും നമ്മൾ എത്ര പോസിറ്റീവായി ചെയ്താലും ചെറിയൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പെരുപ്പിച്ചിട്ട് കാണിക്കാൻ കുറെ പേരുണ്ടാവും അല്ലെ. പോസിറ്റീവ് കണ്ടാൽ അധികം ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു നെഗറ്റീവ് കണ്ടാല് എനിക്ക് ലേഹി ആയോണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ കമന്റ്സിൽ തെറി വരാറില്ല, ഭയങ്കര കുറവാണ്, അങ്ങനെ ഭയങ്കര കുറവാണ്. പിന്നെ അറിയുന്ന ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയാണ് ഇക്ത ഇല്ലായിരുന്നതെന്ന് പറയാം. ഞാൻ പറയും വേഗം ഇതേപോലെ തന്നെ ഹോട്ടലിൽ ആളെ വിളിച്ചിട്ട് ഇപ്പം ചില സമയത്ത് ചൂടോടെ സെർവ് ചെയ്തില്ല. അപ്പൊ ഇതൊക്കെ പ്രശ്നം എന്തൊക്കെയാന്ന് വെച്ചാല് സ്റ്റാഫ് ഇല്ലാത്തതോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പുതിയ ഹോട്ടൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ ആദ്യം പ്രൊമോഷൻ എടുക്കാറില്ല, കാരണം അവരൊന്ന് സ്റ്റേബിൾ ആവട്ടെ, സെറ്റ് ആവട്ടെ, അതാ നല്ലത് വിചാരിക്കും. ഞാൻ കമന്റ് സെക്ഷനിൽ എങ്ങനെയാണ്? കമന്റ് സെക്ഷനിൽ നല്ല രീതിയിൽ അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഇതാ ഞാൻ പറ്റില്ലേ, പിന്നെ ഗേൾഫ്രണ്ട് അവരോട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ചെറിയ വേർഡ് മാറിയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു കളർ ഷോപ്പിന്റെ ഒരു വീഡിയോ ആണ്. അതെന്തായിരുന്നു ഷാപ്പിൽ പോയ വീഡിയോ ആണ്. അപ്പൊ അതിൽ അറിയാതെ ഒരു വേർഡ് ഇങ്ങനെ പറഞ്ഞൊരു വേർഡാണ് വന്നുപോയി. നമ്മുടെ പറശ്ശിനി അമ്പലത്തിൽ പോയിട്ട് അതിന് ശേഷം ഷാപ്പിൽ വന്നിട്ട് കഴിക്കേണ്ടത് ഒരു ആചാരം എന്നല്ല, അറിയാതെ ടോക്കിൽ വന്നു ആൾക്കാരെടുത്തിട്ട് ഭയങ്കര വിഷയമാക്കി. അതിന്റെ പേരില് ഭയങ്കര ഒരു 12 മണിയാകുമ്പോ എല്ലാ ദിവസവും നമ്മളും ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ജസ്റ്റ് നോർമലി ഇങ്ങനെ സംസാരിക്കുന്നതിടയില് അതൊരു ആചാരം എന്നല്ല, നമ്മൾ നോർമലി വന്നു കഴിഞ്ഞാൽ ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകുന്ന സംഭവമാണ്. അവിടെ ഇത് കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഫ്രീ ആണ്, അവിടെ പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെ കല്ലുടിക്കല്ല ഒരു ഇതായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ഇതുണ്ട്. നമ്മൾ പോവാറുണ്ട്, ഫാമിലിയായിട്ട് പോവാറുണ്ട്, ഫാമിലീസ് പോവാറുണ്ട്. പക്ഷെ അതൊരു ത്രെറ്റ് ആയിട്ട് ആ വേർഡ് ശരിയല്ല, തെറ്റാണ്. നമ്മൾ അത് അതിനകത്ത് തന്നെ പറയുകയും ചെയ്തു. ഓൾറെഡി നമ്മൾ ഇവന്റെ അതിനകത്ത് നമ്മൾ പറഞ്ഞു സംഭവം തെറ്റാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതേപോലെ ഞാൻ ഒരു 4 years ആയിട്ടുണ്ടാവും ഈ ടർക്കിഷ് ഐസ്ക്രീം ഇല്ലേ, കാലിക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് ഹൈലൈറ്റ് അതിങ്ങനെ വലിക്കുമ്പോ ഞാൻ എന്താന്ന് വെച്ചാൽ അവര് ആ പടി ഇങ്ങനെയാണ്, ഞാൻ ഇത് പിടിച്ചു. അപ്പൊ ഞാൻ അതില് വോയിസ് ഓവർ പറഞ്ഞ കണ്ണൂരുകാരിയോടാണ് കളി, ഞാൻ പിടിച്ചത്. പിന്നെ നോക്കുമ്പോ മലപ്പുറംകാരെന്താ കൊല്ലക്കാർക്ക് ഡിസ്ട്രിക്ട് വന്നിട്ട് അത് യൂട്യൂബിലായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൊന്നും പറഞ്ഞിട്ട് 4 years മുന്നേ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ അത് 3 million 4 million 5 million ഒക്കെ ആയി ഷോർട്സ്. പക്ഷെ നോക്കുമ്പോ ഇതാണ് കമന്റ് ഇങ്ങനെ അതിൽ ആ ഒരു വേർഡ് ഇതേപോലെ നെഗറ്റീവ് കമന്റ് നമുക്കെന്നാ പോസിറ്റീവ് വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് കയറും. അതാണ് ഇപ്പൊ കുറെ പേര് നെഗറ്റീവ് രീതിയിൽ മനഃപൂർവ്വം സംസാരത്തിൽ വന്നിട്ട്, അതായത് ഒരു റീച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ. ഞാൻ എല്ലാ നെഗറ്റീവിനും റിപ്ലൈ കൊടുക്കും, കാരണം റിപ്ലൈ കൊടുത്തതിനനുസരിച്ചിട്ട് ഈ അൽഗോരിതം വെച്ചിട്ട് ആ സാധനം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളത് ആസ്വദിക്കുന്നത് എല്ലാവരും പോസിറ്റീവ് പോസിറ്റീവ് ഇടണം, നെഗറ്റീവ് ജെന്യുവൻ ആണ് നെഗറ്റീവ്. അപ്പൊ ജിനീഷ് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കും. ഒരു നെഗറ്റീവ് കമന്റ് വരണമെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ എല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കും. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. ആൺകുട്ടി പെൺകുട്ടി ഒന്നുമില്ല, ആരയച്ചു കഴിഞ്ഞാലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അല്ല, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓളെ ഞാൻ ഓൾറെഡി എടുത്ത് അടുത്തത് അതായിരിക്കും എന്നുള്ള രീതിയിലായിട്ട് എനിക്ക് മനസ്സിലാവും. ജസ്റ്റിക്ക് വരുന്ന ലൈക്ക് മെസ്സേജസ് ഒക്കെ ലൈക്ക് എങ്ങനെയാണ്? നല്ല പോസിറ്റീവ് ആയിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഒരു ഫാമിലി മെമ്പറിനോട് എങ്ങനെ സംസാരിക്കുക അതേപോലെയാണ് എന്നോട് സംസാരിക്കുക. ശരിക്കും ഇപ്പൊ ഇർഫാൻ ആണോ നോക്കിന്? ഇല്ല, മൂപ്പന്റെ മെസ്സേജ് ഒന്നും നോക്കാത്ത ആകെ ഒരു ഉപകാരം. പണ്ട് ഒരു 3-4 വർഷം മുമ്പൊക്കെ യൂട്യൂബിൽ കമന്റ് ഒക്കെ വരുമ്പോ ഒരു ലൈക്ക് ഇട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ അതും നിർത്തി, കാരണം എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്ക് ആരെങ്കിലും ചെയ്തു തന്നാൽ, പ്രത്യേകിച്ച് ഇർഫാൻ ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ഭാഗ്യം നോക്കാറില്ല. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് മുതലേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ചു.
പഠിപ്പിച്ചു. അല്ലെങ്കിൽ ഇപ്പോഴും ഞാനിങ്ങനെ പുറകെ Depend ചെയ്തല്ലേ? ഡിപെൻഡ് ചെയ്ത് നടക്കുക. മനഃപൂർവ്വം പഠിപ്പിച്ചതാ പുറകെ നടക്കല് നിർത്താൻ. മെസ്സേജ് അങ്ങനെ ഭയങ്കര ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സുഖം ഇല്ലാതായിട്ട് അല്ലെങ്കിൽ മക്കളുടെ എന്തെങ്കിലും അതൊക്കെ ഇടുമ്പോൾ അതിന് റിപ്ലൈ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഒരു ഫാമിലി മെമ്പർ സംസാരിക്കുന്ന പോലെ നല്ല രസത്തിലുള്ള മെസ്സേജസ് നല്ല രസാ. ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർ സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ അവരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആവില്ലേ, പക്ഷെ എന്താ പോലും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ നമ്മുടെ പേജിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് പേഴ്സണലി എന്റെ ഏത് വീഡിയോ ഉണ്ട് കഴിഞ്ഞാലും അത് പോയിട്ട് കഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ എങ്ങനെ വന്നാലും അവിടെ പോയി കഴിക്കും. അത് വീഡിയോ ഇട്ടിട്ട് ഞാനൊരു സ്ഥലത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ യാദൃശ്ചികമായിട്ട് അരമണിക്കൂറിനുള്ളിൽ വീഡിയോ ഇട്ടതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ അവിടെ പോകുമ്പോൾ ബൈക്ക് എടുത്തിട്ട് ഭാര്യമാർത്ത് പോകുന്നത് എനിക്ക് എന്നുവെച്ചാൽ അല്ല വീഡിയോ കണ്ടിട്ട് കഴിക്കാൻ പോകുന്നത് കുറച്ച് സമയം ഒന്ന് ജയിച്ചിട്ട് ഇങ്ങനെ വരണോ അരമണിക്കൂറിന്റെ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു സന്തോഷമായിരിക്കും. നമ്മളുടെ വീഡിയോ വെയിറ്റ് ചെയ്തിട്ട് ഒരു റിവ്യൂ കേട്ടിട്ട് പോയി കഴിക്കുക എന്നൊക്കെ പറയുമ്പോ അത് കൃത്യമായിട്ട് പറയുക. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇതുണ്ടായിരുന്നു, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചു പറയാം. ഞാൻ അതേപോലെ തിരിച്ച് മാനേജറിനെ വിളിച്ചു പറയാറുള്ളൂ. ഇപ്പൊ 2 ദിവസം മുമ്പേ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഒരാൾ വന്നിട്ട് തക്കാളി ചമ്മി ചെറുങ്ങനെ വന്ന് പുളിച്ചിനേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവർ അത് തന്നെ ആ പേരെന്ന് പറയും, ഓരോ ഫോൺ നമ്പർ തരുമോ അത് വായിച്ച് ഓരോ വിളിച്ച് പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഉണ്ടായത്, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്താ കറക്റ്റ്. അങ്ങനെ നോക്കുന്ന റെസ്റ്റോറൻറ്റ്സും ഇപ്പൊ. പക്ഷെ അതിനൊരു സജഷൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാട്ടോ. ഇപ്പൊ പൊതുവെ ഇപ്പൊ നമ്മളിട്ട റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയിട്ട് മോശം അഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ദ ടേബിൾ പറയണം. ലൈക്ക് നമ്മളോട് പറയുന്നതിനെക്കാട്ടും അവിടെ ഡയറക്റ്റ് പറയാൻ അവർക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ഇടും. നമ്മളോട് പറഞ്ഞോ. പക്ഷെ ഞാൻ എപ്പോഴും പറയും നല്ല ഫുഡ് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അവരോട് പറയാ, മാറ്റി തരാൻ പറയാ. അല്ലാതെ അത് കഷ്ടപ്പെട്ട് കഴിക്കുന്ന ആവശ്യമില്ല, പൈസ കൊടുത്തിട്ടാണല്ലോ കഴിക്കുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തായാലും അത് ഓൺ ദ ടേബിൾ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വിളിച്ച് പറയുന്നതിന് അത് ബുദ്ധിമുട്ടില്ല. പക്ഷെ ശരിക്കും അപ്പം പറഞ്ഞാലേ മാറ്റി കൊടുക്കുമല്ലോ. അത് മാറ്റിയിട്ട് വാങ്ങാ. ഇപ്പൊ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ പൊറോട്ട വെന്തിട്ടില്ല അല്ലെങ്കിൽ ചിക്കൻ വെന്തിട്ടില്ല അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ അവരപ്പം തന്നെ കറക്റ്റ് ചെയ്യുമല്ലോ. ഇന്നലെ ഇതേപോലെ തന്നെ നമ്മളെ ഫുഡ് ഷെയർ റെസ്റ്റോറൻറ്റ് കാലിക്കറ്റ് ബീച്ചിൽ നമ്മളെ 8 days. അപ്പോൾ ഞാൻ പോയിട്ട് അക്ക് ഇന്നലെ പോയിട്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. എന്തെല്ലാം ഓർഡർ ചെയ്തു, എനിക്ക് അറിയില്ല എന്താ ഓർഡർ ചെയ്തതെന്ന്. ഇന്നല്ലാത്ത ഫുഡ് ഷോ ഒരു മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് ഫോർവേഡ് ടു അക്കു. അപ്പോൾ ഞാൻ അക്കുണ്ടായിരുന്നു, അക്കുവിനെ തേപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ ആ വോയിസ് കേൾക്കുന്ന നോക്കുമ്പോൾ ഇവർ കഴിച്ചത് ലോട്ടഡ് ഫ്രൈസ്, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അവിടുന്ന്. അപ്പോൾ അതിനുള്ള റിപ്ലൈ പുള്ളി പറഞ്ഞു. ഞാൻ പോലും പറഞ്ഞിട്ടില്ല, അതിന് തോന്നുന്നില്ല, എന്നോട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞാന്ന് ഷെഫിനോട് സംസാരിച്ച് കോൺവെർസേഷൻ ഫോർവേഡ് ചെയ്താന്ന്. എന്നിട്ട് രണ്ടാളും തമ്മിലുള്ള ഇത് കറക്റ്റ് നോക്കുമ്പോൾ ഒരു സാധനം ഇട്ടിട്ടില്ല, അത് പെരി ലോട്ടഡ് ഫ്രൈസോ അതിന് പെയിന്റിട്ട് വിട്ടുപോയി. അപ്പോൾ ന്യൂലി തുടങ്ങിയ ദിവസമുണ്ട്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ അവർ അപ്പം തന്നെ ക്ലിയർ ചെയ്തു. നല്ലൊരു കാര്യം. ഓപ്പറേറ്റ് 2 സൈറ്റ് ആയിരുന്നു, ഒപ്പം തന്നെ ക്ലിയർ ചെയ്തു. തുടക്കത്തില് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള തുടക്കക്കാരൻ എന്ന നിലയിൽ പറയണതാണ് കേട്ടോ. ഇപ്പൊ രക്കിനത് പറഞ്ഞപ്പോ ഇവിടെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മള് ഒരു പ്ലാനിങ് ഉണ്ട്, എന്തെങ്കിലും ഒരു പരിപാടി ഇങ്ങനെ തുടങ്ങാനൊരു പ്ലാൻ. രണ്ടുപേരും കൂടി സൂപ്പർ. അത് വേഗം ആവട്ടെ, എന്നിട്ടല്ലേ നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഫുഡെല്ലാം കഴിക്കാൻ. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പൊ രക്കിനും നിങ്ങളെല്ലാരും വേറെ സ്ഥലത്തും പോയിട്ട് കുറെ അധികം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നവരാണല്ലോ. അപ്പൊ ഈ ഒരു കണ്ണൂർ സ്ലാങ് പ്രശ്നം ആവലുണ്ടോ? എനിക്ക് കണ്ണൂർ സ്ലാങ് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ണൂർ സ്ലാങ് ഉണ്ടായി മാറിയതാണ്ട്. ഇതേപോലെ മുമ്പേ ഞാൻ തുടങ്ങിയതൊക്കെ ഞാൻ ആ തിരുവനന്തപുരം മാത്രം വീഡിയോസിലാണ് കൂടുതൽ ചെയ്ത്, കണ്ണൂരിനെക്കാളും കൂടുതൽ. അപ്പോ ഞാൻ വിചാരിച്ചു അവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും കുറെ സ്ഥലവും സമയമുണ്ട്, പോയി കഴിക്കും രാത്രിയൊക്കെ. അങ്ങനെ വീഡിയോ ചെയ്താ അപ്പൊ സ്ലാങ് പോയി. എനിക്കും കണ്ണൂർ സ്ലാങ് അങ്ങനെ വരുന്നില്ലല്ലോ. ഇല്ല തോന്നുന്നു. അല്ല എനിക്ക് പൊതുവെ ആരും അങ്ങനെ പറയില്ല കണ്ണൂർ സ്ലാങ്. ഞാൻ ജസ്റ്റ് ഒരു പൊതുവെ ചോദിച്ചാണ്, കണ്ണൂർക്കാരായതുകൊണ്ട് വേർഡ്സ് വരുവേ, അത് വരും. പോയിനെ ചില വേർഡ്സ് ഒന്നും വരും എന്നെ വായിൽ. എനിക്ക് കണ്ണൂർ സ്ലാങ് ഇല്ല. ഞാൻ കണ്ണൂർ ഉമ്മ കോഴിക്കോടുകാരിയാണ്, ഉപ്പ തലശ്ശേരി. കണ്ണൂർ കല്യാണം കഴിച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ആയിട്ട് എനിക്കൊരു അവിയൽ സ്ലാങ് ആണ്. സോ കണ്ണൂർ ഒരു വേർഡ് യൂസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം. സെയിം സംഭവം തന്നെ. ഞാൻ സത്യം പറഞ്ഞ നാട്ടിലുണ്ടായാലും വളരെ കുറവാ. ചിലപ്പോ എറണാകുളത്ത് ബാംഗ്ലൂർ ഏതെങ്കിലും ട്രാവലിംഗ് പരിപാടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്കിങ്ങനെ സ്ലാങ് ആക്കിയിട്ട് അങ്ങനെ ആകുള്ള ഒരു പ്രശ്നം എന്താ സ്ലാങ് ആക്കി സംസാരിക്കും, ടോട്ടോ വരും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് വോയിസ് ഓവർ മുമ്പിടി കേട്ട് മാറ്റി ചെയ്യും. പക്ഷെ അത് എന്റെ ടോണിലുള്ളതാണ്. അതെനിക്ക് അവിടെ ഇവിടുന്ന് കിട്ടിയിട്ടോ ഇല്ല. ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചിട്ടോ വന്നിട്ടില്ല കേട്ടോ, വന്നിട്ടില്ല കേട്ടോ. അതെങ്ങനെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വന്നോണ്ടിരിക്കും. അത് ശരിയാണ്. അയ്യോ. സോ ബീയിങ് കണ്ണൂരൈറ്റ്സ് എന്താണ് ഫീൽ ചെയ്യുന്നത്? കണ്ണൂർ നല്ല സ്ഥലല്ലേ. കണ്ണൂരിനെ കുറിച്ച് ഇപ്പൊ നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബോംബ് ഉണ്ടോന്ന് ചോദിക്കാറുണ്ടായിരുന്നു പണ്ട്. സവിത എറണാകുളല്ലേ, ഞാൻ കൊച്ചിയിലെ 11th and 12th പഠിച്ചത്. അപ്പൊ ഞാൻ നാട്ടിൽ പോയി ബാഗ് എടുത്ത് വരുമ്പോ ഒരു സർവേ, ഓ ബാഗിൽ ബോംബുണ്ടോ? അപ്പൊ ഞാന്
കണ്ണൂർ പോകുമ്പോ മാത്രല്ല. പക്ഷെ അതിപ്പോ ഇല്ലേ? ഇല്ല, ഇപ്പൊ ഇല്ല. ഒരു 3-4 കൊല്ലം മുമ്പൊക്കെ ഓട്ടോ ഡ്രൈവർ ചോദിക്കുമ്പോ ഒരു വീട് കണ്ണൂര്, ഓ ബോംബുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മള് കയ്യിൽ കൊണ്ട് നടക്കാറില്ല ഇത്. പക്ഷെ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് വന്ന ആളാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ ഫുൾ അത്രയും സ്നേഹിക്കുന്നവരാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അപ്പോഴും എനിക്ക് തോന്നുന്നത് ശരിക്കും എത്ര തെറ്റായ കാര്യങ്ങളാണ് പുറത്തുള്ള ആൾക്കാർ കണ്ണൂർ വരാത്ത ആൾക്കാരോ അല്ലെങ്കിൽ കണ്ണൂർ അറിയാത്ത ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ കണ്ണൂർ വന്ന് ഒരു 2-3 ദിവസം ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ തന്നെ വിഷുവിനൊക്കെ അല്ലെ പൊട്ടിക്കുന്ന ആ പടം. ഒരു 5-8 വർഷം ബാക്കിലൊക്കെ നോക്കുന്ന കണ്ണൂരാണെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തോളായിട്ട് ഞാനിത് നമ്മുടെ കോളേജ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പൊ പിന്നെ എനിക്കൊന്ന് താങ്ക്സ് ടു ഓൾ ഇൻഫ്ലുവൻസേഴ്സ്, ഓൾ സെലിബ്രിറ്റീസ്, കണ്ണൂരത്തെ കുറെ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ഫുഡ് എന്നേ ഉള്ളൂ കണ്ണൂർ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് കാരണല്ലേ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ. ബാക്ക് ടു നമ്മൾ തീരാനാകുമ്പോ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ് കേരളത്തിൽ നിന്ന് എത്ര ഇൻഫ്ലുവൻസേഴ്സ് കഴിക്കുന്നുണ്ട്. അതെ അതെ തപ്പി വരുന്ന ആൾക്കാരുണ്ട്. അല്ല ഞാൻ അതാ പറഞ്ഞത്, ഇൻഫ്ലുവൻസേഴ്സ് കാരണം കുറെ പേര് ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്തവര്, കണ്ണൂരിന്റെ കുറെ കാര്യങ്ങൾ അറിയാത്ത, ഈവൻ കൾച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങൾ ഇപ്പൊ കണ്ണൂരിൽ കുറെ ഹിഡൻ സ്പോട്സിന് നിങ്ങൾ പലരും കാണിച്ചിട്ടുണ്ട് ഓരോരോ സ്ഥലങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് കണ്ടിട്ട് പല സ്ഥലത്തുനിന്ന് വന്നിട്ട് ഓ ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ടോ. അതുപോലെ കുറെ അധികം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഇപ്പൊ കണ്ണൂർ. തെയ്യത്തിന് വേണ്ടി എത്ര ആൾക്കാരാണ് എത്ര ദൂരം അതും രാത്രി വെയിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാണ് പാതിരാത്രി. തെയ്യം കാണിക്കാനായിട്ട് ഇപ്പം പാക്കേജ് വരെ വന്നിട്ടുണ്ട്. ആ ഒരു ബേസിലേക്ക് ആൾക്കാർ ഇപ്പം വിദേശികളായാലും ഇപ്പം നമ്മളെ കണ്ണൂർ വിട്ട് കഴിഞ്ഞ് പുറത്തുള്ള ഇപ്പൊ ബാംഗ്ലൂരൊക്കെയുള്ള നമ്മളെ സുഹൃത്തുക്കൾക്ക് എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇതേപോലെ തെയ്യം കാണാനൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ പാക്കേജഡ് ആയിട്ട് ഇപ്പൊ തെയ്യം കാണിക്കാനൊക്കെ ആൾക്കാർ ആ ഒരു ബിസിനസ്സിലേക്കും അതായി. ശരിക്കും ഫെബ്രുവരി മാസം ഇപ്പൊ കണ്ണൂർ ബോംബ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കണ്ണൂർ കോക്ടെയിൽ ആൾക്കാർ അടിപൊളി കണ്ണൂർ കോക്ടെയിൽ ഒരു ബ്രാൻഡായില്ലേ ഇപ്പൊ എല്ലാരും പറയില്ലേ കണ്ണൂർ കോക്ടെയിൽ. ആ പേരിൽ എല്ലാവരും തുടങ്ങുന്നുണ്ട്. കണ്ണൂർ കോക്ടെയിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഴവങ്ങാടിയോ അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ ഒരു 3 കണ്ണൂർ കോക്ടെയിലൊക്കെ റോഡിൽ കാണാം. കണ്ണൂർ കോക്ടെയിൽ ബോർഡല്ല, കടയുടെ പേര് തന്നെ കണ്ണൂർ കോക്ടെയിൽ. പക്ഷെ കണ്ണൂർ വേറൊരു കാര്യം കേട്ടോ, ബാക്കി എല്ലാ സ്ഥലത്തുള്ള അത്രയും ഹോട്ടൽസ് കണ്ണൂരില്ല. കാരണം കണ്ണൂർ വീടുകളിലാണ് നല്ല ഫുഡ് കിട്ടുക. അപ്പൊ പൊതുവെ ഞാൻ കണ്ടിടത്തോളം കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ തിരുവനന്തപുരം എറണാകുളമൊക്കെ ഉള്ള അത്രയും റെസ്റ്റോറൻറ്റ് ഇവിടെ കുറവാണ്. പക്ഷെ ഞാനൊരു എനിക്കറിയില്ല, തെറ്റാണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ കുറെ അധികം റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുന്നു. പക്ഷെ അതേപോലെ തന്നെ വിത്തിൻ ഫ്യൂ മന്ത്സ് അത് പൂട്ടി പോകുന്നത് അതെന്തുകൊണ്ടാണ്? അവർ കുറെ അല്ലേ, അത് മെയിൻ കാര്യം. കണ്ണൂരുള്ള ആൾക്കാർ കാലിക്കറ്റ് പോയി കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ആ സ്റ്റാർട്ടിങ് കോവിഡ് കഴിഞ്ഞപ്പോ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ എന്താ വെച്ചാൽ മെയിൻലി ഇവിടെ അങ്ങനെ പോയിട്ട് ഇഷ്ടപ്പെടണം. ഇവിടെ വരുമ്പോ ഒണ്ടയും കാർത്തിക അവിടെ തന്നെ അത്രയും തിരക്കും അല്ലേ. കാർത്തികയിലുള്ള ചട്ടിച്ചോറ് ഞാൻ 2 ദിവസം മുമ്പേ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവരും അപ്പം പോയി. പക്ഷെ മീനിപ്പം ട്രോളിംഗ് ആയതുകൊണ്ട് കുറവാണ് പ്രശ്നം. ഓക്കെ, ഒരു ടൈമിംഗ് കഴിഞ്ഞാലേ. പക്ഷെ അവിടെ ചോറിന് ശരിക്കും എനിക്ക് ഫിഷ് ഫ്രൈ ഇല്ലെങ്കിൽ അവിടുത്തെ സൈസ് നല്ലൊരു സദ്യ ഉണ്ടല്ലോ, കഴിച്ചിട്ടുണ്ട്. നല്ല സദ്യ എല്ലാ ദിവസവും ഇല്ലല്ലേ സദ്യ? സദ്യ അതുകൊണ്ട് നല്ല സുഖം. പണ്ടൊക്കെ നമ്മളിങ്ങനെ ബാക്കിലിങ്ങനെ വെയിറ്റ് ചെയ്യാ, ആ ഒരു ബുദ്ധിമുട്ടില്ല. ആള് കഴിയുമ്പോ അല്ലെങ്കിൽ ഞാനൊക്കെ ചോറ് കഴിക്കാൻ 12 മണിക്ക് പോകും. അപ്പൊ നല്ല സമാധാനം. 1 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഭയങ്കര ക്രൗഡ് ആയിരിക്കും. തോന്നുന്നുണ്ട് ഒരു 12 മണിക്ക് പോയി കഴിഞ്ഞാൽ സമാധാനമായിട്ട് കഴിക്കാം. 3 മണിക്ക് പോയി ഞാൻ തീർന്നു നോക്കുമ്പോ അപ്പോഴും ഉണ്ട് ആൾക്കാരിങ്ങനെ തിരക്കുമായിട്ട്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലെ, ഒരു ഫുഡിനെ കുറിച്ച് തുടങ്ങി ഇത്രയും വാചാലരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പറഞ്ഞു നമ്മൾ എലസദ്യയിലെത്തി. അവ എന്തായാലും അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് രക്കിൻ, ജഷ്മാൻ, ജിനേഷ്. സോ അടിപൊളിയായിരുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും അതെ, ഒറ്റ തള്ളായിരുന്നു. തുടങ്ങിയതേ ഓർമ്മയുള്ളൂ. അതേ ഓർമ്മയുള്ളൂ. പിന്നൊരു തള്ളലായിരുന്നു. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കല്ലേ, കുസൃതി ചോദ്യം ചോദിക്കരുത്. ഞാൻ ഇവിടെ കുസൃതി ചോദ്യം ചോദിക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ കോഫി അടിക്കുമ്പോൾ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആക്കുമ്പോ കഴിഞ്ഞ വിട്ടു പോകണ്ട വരുത്തിട്ട് ഈ പോകണ്ട, ഞാൻ ഇപ്പൊ അവിടെ പറയരുത്. അല്ല ഞാന് സവിതയുടെ ഒരു വൈറലായ ഒരു വീഡിയോ അല്ലേ, അതിന് സവിതയാണല്ലേ ഞാൻ ഇതിനിടയ്ക്ക് അറിഞ്ഞു. സത്യം പറഞ്ഞാല് ഒരു പ്രാങ്ക് ചെയ്യുന്ന ഒരു സാധനല്ലേ,
അങ്ങനെ ഒരു അബദ്ധം പറ്റി ആക്ച്വലി നമ്മള് നേരിട്ട് പോയി നയൻകൊന്നും അത്രേ ആയിട്ടുള്ളൂ ഒരു ലാസ്റ്റ് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആരും എനിക്ക് അയച്ചെന്നിട്ടാണ് മഴവിൽ മനോരമയില. പക്ഷെ ആ വീഡിയോ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അത് അത്രയും ഒരു കോമഡിയുള്ള സാധനമാണ്. പിന്നെയാണ് പുള്ളിയാണ് അത് സുംബ ട്രെയിനറും കൂടിയാണ് കുറെ വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് ജഷ്മേ ഞാനും അല്ലേ ഫസ്റ്റ് ഞാൻ സൂംബ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ടൈമിംഗ് പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ടൈമിംഗ് പ്രശ്നമായത് കൊണ്ടാണ് ഇപ്പൊ അത് നിർത്തിയത്. നമ്മൾ ഏതോ ഫിഷ് ഫ്രൈയുടെ പേരിൽ പരിചയപ്പെട്ട ആൾക്കാർ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി ഒരു ബന്ധമുണ്ട്. അല്ല ഇപ്പൊ സൂംബത് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് ശരിക്കും. സാധനങ്ങൾ വിവാദമാകുമ്പോഴാണ് ഡിമാൻഡ് കൂടുതൽ. എന്നാ പിന്നെ ഇപ്പൊ അതിലേക്ക് പോയാലോ? സൂംബ ട്രെയിനിങ് വീണ്ടും സൂംബ ട്രെയിനിങ് എല്ലായിടത്തും തുടങ്ങി. നമ്മളിപ്പോ നാട്ടിലെ സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും സൂംബ എന്ന് പറഞ്ഞാൽ അതൊരു ഫിറ്റ്നസ് ഒരു സംഭവമാണ്. അത് ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാം. അവിടെ ഒരു കർശനമായിട്ട് നിങ്ങൾ ഇന്ന ഡ്രസ്സ് ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വരണമെന്നൊന്നും ഒരു ചുരിദാർ ഇട്ട് വരെ സൂംബ കളിക്കുന്നവരുണ്ട്. സോ അത് ശരിക്കും ഒരു എക്സസൈസ് ആണ്, കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഈ പാൻസ് ടീഷർട്ട് ഒക്കെ ഇടാൻ പറയുന്നത് നമുക്ക് തന്നെ തോന്നും ഒന്ന് മെലിയണം, നന്നായിട്ട് ഫിറ്റ് ആവണം. തോന്നുമ്പോ അപ്പൊ എപ്പോഴും പറയും ലൂസ് ഡ്രസ് ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫിറ്റ്നസിലേക്ക് നോക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ട് അങ്ങനെ ഒരു നമ്മൾ സ്വന്തം തന്നെ ബോഡി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും കുറെ അതിലേക്ക് വന്നത്. ഓക്കെ, അങ്ങനെ ഫുഡിൽ നിന്നും മാറി നമ്മൾ സൂംബയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കുക, പക്ഷെ ഹെൽത്ത് ശ്രദ്ധിക്കുക അല്ലെ. ഹെൽത്ത് ശ്രദ്ധിച്ച് നന്നായിട്ട് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് ഫുഡ് കഴിക്കുക അല്ലെ. ഇൻഫ്ലുവൻസേഴ്സ് അതന്നെയല്ലേ കറക്റ്റ് ഫുഡിന്റെ ആൾക്കാരാണല്ലോ. നിങ്ങൾ എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ? ജിമ്മൊക്കെ പോകുന്നവരാണോ? ജിമ്മൊന്നും പോകില്ല. ഇപ്പൊ ഇന്ന് ഫുഡ് നല്ലോണം കഴിച്ച് രാത്രി കഴിക്കാതിരിക്കും. 2 ദിവസം മുമ്പേ ഒരു ഇനോഗ്രേഷൻ നമ്മൾ പോയപ്പോ ഒരു പുള്ളി ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് കണ്ടിട്ട് കഴിച്ചിട്ട് എനിക്ക് ടൈൽസ് വന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാനും ഇവരും ഉണ്ടായത്, നമ്മളെന്താണ്ടായത്. ഞാൻ എനിക്ക് തന്നെ ഷോക്ക്. ഇപ്പൊ എന്താ അങ്ങോട്ട് പറയണ്ടേ? ഞാൻ ചിരിക്കില്ല, സൗണ്ട്. അതെ അതെ, പല കാര്യങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാ കടയും ഞാൻ പോയി കഴിക്കും. ഭയങ്കര കോൺഫിഡൻസ് പറയുന്നത്. എല്ലാ കടയും ഞാൻ പോയി. അങ്ങനെ കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിക്കരുത്, അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ കഴിക്കരുത്. നമ്മളൊന്നും അങ്ങനെ കൂടുതലൊന്നും കഴിക്കുക. അതാണ് ഞാൻ തന്നെ നേരത്തെ ചോദിച്ചത്. ചിലർ കാണുമ്പോ നിങ്ങൾ ഇത്ര ഫുഡ് കഴിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അത് നിങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ. അല്ല, നിങ്ങൾ ജസ്റ്റ് ടേസ്റ്റ്. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാകില്ല. വീഡിയോയിലോ ഇന്റർവ്യൂലോ സുരേഷ് ഗോപി ഒരു വേർഡ് യൂസ് ചെയ്ത് എന്തൊരു വേർഡ് ഞാനും കേട്ടത്. ഭരിച്ചു വാരി കഴിക്കുന്നതിന് വേണ്ടി അപ്പൊ പലമണി ചോദിക്കുന്നുണ്ട്. ആദ്യം പലമണി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ചോദിച്ചാൽ എന്താ അപ്പൊ അതാണ് പറയല്ലേ, വലിച്ചു വാരി കഴിക്കരുത്, നിങ്ങൾ ആവശ്യത്തിന് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പല ഫുഡ് നമ്മൾ എനിക്ക് ഓർമ്മ ഫുഡ് നമ്മൾ എപ്പോഴും ആസ്വദിച്ച് തന്നെ കഴിക്കണം. വാരി വലിച്ച് കഴിക്കാതെ. ഇപ്പൊ സദ്യ ആണെങ്കിലും ഓരോ ഐറ്റംസും നമ്മൾ അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കും. ഇപ്പൊ നമുക്ക് ആ ഒരു പുള്ളി വന്ന് പറഞ്ഞതിൽ നമുക്ക് അതാ പറയാനുള്ളത്. നമ്മൾ ഈ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും നമ്മളിത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമറയുടെ പുറകിൽ ഒരുപാട് ആൾക്കാരാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം അല്ല, പൊതുവെ നമ്മൾക്ക് ഒരു വെഡിങ്ങിന് പോയി കഴിഞ്ഞാലും ഒരു പ്ലേറ്റിലേക്ക് എല്ലാം സെർവ് ചെയ്യരുത്. കുറച്ച് സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഈ കുറേ സാധനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് സാലഡ് ഉണ്ടാവും, കറി ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, അതിനോട് പൊറോട്ട വെച്ചിട്ടുണ്ടാവും, സ്റ്റ്യൂ ഉണ്ടാവും. അത് അങ്ങനെയല്ലല്ലോ. നമ്മൾ കുറച്ച് ഒന്നടക്കം, പിന്നെ എക്സസൈസ് ആവല്ലോ, നടക്കുക, എടുക്കാം, പിന്നെ കഴിക്കാം. അവിടെ നമുക്ക് ഫിറ്റ്നസ് ശ്രദ്ധിക്കാം. അതുപോലെ നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഫിറ്റ്നസ് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇവര് പോകുമ്പോൾ ഇവര് മാത്രമല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ കൂടെ കുറെ ആൾക്കാരുണ്ട്. സോ അങ്ങനെയാണ് ഇവര് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇവരെ കണ്ടിട്ട് നിങ്ങളും എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിക്കാൻ നിൽക്കരുത്. ഭാര്യ വരിച്ച് കഴിക്കാൻ നിൽക്കരുത്. ഇല്ലെങ്കിൽ നേരത്തെ രക്കിൻ പറഞ്ഞതുപോലെ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഇല്ല. ബി അലേർട്ട് അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒരു വൈൻഡപ്പ് ആയല്ലോ, ഇതാണ് വരേണ്ടത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എവരിവൺ. എന്തെങ്കിലും പറയാനുണ്ടോ? Thank you so much for inviting us. Thank you. Nice meeting you. All the very best. Thanks a lot. Thank you so much. Thank you. Okay, bye.